ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നതാണ് ക്രാഫ്റ്റ്മാൻ 5. സ്റ്റാർട്ടിൽ നിന്ന് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റ് കുറേ ഇടുക ഗൈസ്. ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ്മാൻ 5 ഒരു ദിവസം ചാലഞ്ച് ചെയ്യാവുമെന്ന്. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല, നിങ്ങൾ കമൻറ്റ് ഇടുന്നതാണ് ഞാൻ ചെയ്യേണ്ടതൊക്കെ. അപ്പം നമ്മൾക്ക് കളിക്കാം. ലോഡിങ് ആകാനായിട്ട് സമയമായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പ്ലേ എന്ന് കൊടുക്കാം. നമുക്ക് ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് ഉള്ള ആൾ തന്നെ മതി. ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇവിടെയാണ് സർവൈവൽ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസമാണ് നമ്മുടെ സർവൈവൽ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ലോഡിങ് ആകാൻ കുറേ സമയമാകും ഗൈസ്. പക്ഷേ ഈ ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം കുറേ മൈൻഡ്സൊക്കെ നല്ലവണ്ണം വർക്കാകും. കുറേ പേർക്കൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ ക്രാഫ്റ്റ്മാൻ കളിക്കുന്നതെന്ന്. ഒരു ദിവസം സർവൈവൽ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. അത് 2 ദിവസം 50 ദിവസമൊക്കെ സർവൈവൽ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. അതൊക്കെ കുറേ യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒക്കെ ലോഡിങ് ആയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ ലോഡിങ് ആകാനുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇടുന്നതും ഞാൻ ചെയ്യും, ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇടണം. ഒക്കെ ലോഡിങ് ആകട്ടെ. ലോഡിങ് ആകാൻ ഭയങ്കര സമയം എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് ലോഡിങ് ആകുന്നുണ്ട്. ലോഡിങ് ആയി തീർന്നു. ലോഡിങ് ആകുക. ഓക്കെ, ലോഡിങ് ആയി. തുടങ്ങി കളി. ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ കളിക്കാൻ തുടങ്ങാം. ഓക്കെ, ഈ സ്ഥലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പകലായതുകൊണ്ട് കുഴപ്പമില്ല. രാത്രിയാണെങ്കിൽ സോംബീസ് കുറേ കാണും ഗൈസ്. നമ്മൾ ഓർക്കുന്ന പോലെ അല്ല ഗൈസ്, ഇവിടെ കുറേ സോംബീസ് ഉണ്ട്. നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കഥം കോക്കയാ, അത്രേ ഉള്ളൂ നമ്മുടെ കഥ. ഓക്കെ, നമുക്ക് വലിയൊരു വീടൊന്നും വേണ്ട, ചെറിയൊരു വീട് മതി. ചെറിയ വീട് വെച്ചിട്ട് നമുക്കെല്ലാം ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഹാർട്ട്, നമ്മുടെ മീറ്റ്, നമുക്ക് കഴിക്കാനുള്ള മീറ്റ്സ് എല്ലാം വെളിയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കാട്ടും മീറ്റ്സും എല്ലാം നമുക്ക് ഇപ്പോൾ ഒന്നും കുറഞ്ഞിട്ടില്ല. അത് കാരണം നമുക്കൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് വീട് പണിയുന്നതാണ് അത്യാവശ്യം. പെട്ടെന്ന് ഇവിടെ സന്ധ്യയാകും ഗൈസ്. നമുക്ക് ഓരോ കട്ടയും പൊട്ടിച്ച് അത്യാവശ്യം വലിയ വീട് തന്നെ പണിയണം. പക്ഷെ നമുക്ക് ഈ സോംബീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന കാരണം നമുക്ക് കുറച്ചും കൂടെ പണിയാനുണ്ട്. 2 കട്ടയും കൂടെ വെച്ചിട്ട് നമുക്ക് അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വീട് പണിയാം. അയ്യോ, അറിയാതെ തെറ്റിപ്പോയി. ഓക്കെ, 2 കട്ടയും പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചേർന്ന് പണിയണം. ഓക്കെ, ഇത്ര സ്ഥലം മതിയായിരിക്കും നമുക്ക്. കട്ടകൾ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വെച്ചിട്ട് ഫുള്ളും പണിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ടാണ് നമ്മൾ തോണ്ടി പോകുന്നത്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സോംബീസ് വരത്തില്ല. അകത്തോട്ട് മണ്ടേ കൂടെയേ സോംബീസ് നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മണ്ടയിലൊരു തിട്ട് പണിഞ്ഞിട്ടുണ്ടല്ലോ, അതിന് മണ്ടേ കൂടെ നടക്കത്തുള്ളൂ. നമുക്ക് അടിയിലോട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. എന്നാൽ മണ്ടേ വെച്ചാലും കഥകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സോംബീസ് കയറി വരും അകത്ത്. പിന്നെ അതിനെ കൊല്ലാൻ തന്നെ പാടാം. അപ്പം അവന്മാർ നമ്മളെ കൊന്നാൽ ഭയങ്കര പാടാണ് ഗൈസ്. പക്ഷെ നമ്മളവരെ കൊന്നു കഴിഞ്ഞാൽ അവർ ചാകത്തില്ല. പക്ഷെ അവരൊറ്റ അടി മറ്റേ സ്കെലിറ്റനൊക്കെ വന്ന് ഒരാരോ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാകും. അതുപോലെയാണ് ഈ സോംബീസും. രാവിലെ ആകുമ്പോൾ കഴിഞ്ഞ് ഈ സോംബീസൊക്കെ തീ കത്തും ഗൈസ്. ഒരു കട്ടയും കൂടെ നമ്മൾ അടിയിലോട്ട് തോണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലും പോയാൽ മെറ്റലാണ് ഗൈസ്. ആ മെറ്റൽ തോണ്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ 2-3 എണ്ണമൊക്കെ വരത്തുള്ളൂ, ബാക്കിയെല്ലാം മണ്ണായി പോവും. സന്ധ്യ ആയിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തോണ്ടിയിട്ടുണ്ട്. അകത്ത മെറ്റിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ മെറ്റിൽ വരുമെന്ന്. ആ മെറ്റിൽ വന്നിട്ടുണ്ട്. ഹാർട്ടും പിന്നെ കഴിക്കാനുള്ള ഫുഡും തന്നെ ഫുള്ളാണ്. നമുക്ക് കുറഞ്ഞാൽ മാത്രം കഴിച്ചാൽ മതി. ഓക്കെ, അടിയിൽ മെറ്റിൽ വന്നിട്ടുണ്ട്. ആ മെറ്റിൽ തോണ്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഞാൻ ചെയ്യുമെന്ന് അറിയാത്ത, പക്ഷെ നമുക്ക് തോണ്ടിയെടുക്കുന്നുള്ളൂ. കുറച്ച് സമയമാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ആ മെറ്റിൽ ഒരെണ്ണം മാത്രം നമുക്ക് ഫസ്റ്റ് പൊട്ടിക്കാം. ഒരെണ്ണം പൊട്ടിച്ചിട്ട് പകൽ തന്നെയാണ്, രാത്രി ആയിട്ടില്ല. രക്ഷപ്പെട്ടു. മണ്ടേ റൂഫ് പണിയാം നമുക്ക്. ആ സമയം കൊണ്ട് നമുക്ക് റൂഫ് പണിയാം. റൂഫ് പണിയും തോറും വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ടോ? അത് നിഴലാണ്, അതൊന്നും കുഴപ്പമില്ല. രാത്രി ആകുന്നില്ല. ഓക്കെ, രാത്രിയായി വരുന്നുണ്ട്. ചെറുതായിട്ട് രാത്രിയായി. ഓക്കെ ഗൈസ്, ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, മണ്ടയിൽ റൂഫ് പണിഞ്ഞു നമ്മൾ. കണ്ടോ, മെറ്റൽ വന്നിട്ടുണ്ട്. ആ മെറ്റൽ നമുക്ക്
നമ്മൾ പിന്നെ മണ്ടയിൽ റൂഫ് ഫുള്ളായി കഴിഞ്ഞിട്ട് ഇത് കട്ട വരുന്നില്ല ഗൈസ്, സ്റ്റക്കായിപ്പോയി. ചെറുതായിട്ടൊരു സ്റ്റക്കുണ്ട്. 30 നിമിഷം കളിക്കാൻ പറ്റുന്നുള്ളെന്നൊക്കെ പറയുന്നു. അതൊക്കെ നമ്മൾ ഓക്കെ നിൽക്കിയാൽ മതി, അത് പിന്നെയും വന്നോളും. അയ്യോ, കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അത് കുറച്ചും കൂടെ ചെറുതായിപ്പോയി ഗൈസ്. അയ്യോ, കയറാൻ പറ്റുന്നില്ല. നമുക്ക് ചാടണം, മണ്ടയിലോട്ടൊന്ന് ചാടണമായിരുന്നു. പക്ഷെ മണ്ടയിൽ കയറാൻ ഒരു വഴിയുമില്ല ഗൈസ്. പിന്നെ ചെയ്യുമെന്ന് അറിയാത്ത, കയറാൻ പറ്റുന്നില്ല. കയറാൻ പറ്റുന്നില്ലല്ലോ. കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. നമുക്കെന്നാൽ വേറെ വഴി നോക്കാം. ആ മെറ്റിലൊന്ന് പൊട്ടിക്കാം. ഒന്ന് മാത്രം പൊട്ടിച്ചു കണ്ടോ, എന്നാ പാടാ. എത്ര സമയം എടുക്കുന്ന ആ മെറ്റിൽ പൊട്ടിക്കാൻ. എന്നാ പാടല്ലേ. ഈ ഒരെണ്ണം മാത്രം പൊട്ടിച്ചിട്ട് ബാക്കി മണ്ണ് പൊട്ടിക്കാം. എന്നിട്ട് ലാസ്റ്റ് ആ മെറ്റിലൊക്കെ പൊട്ടിക്കാം ഗൈസ്. നമുക്ക് ഈ കട്ടകളൊക്കെ പൊട്ടിച്ച് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ സോംബീസ് മണ്ടേ കൂടെയൊക്കെ ഓടി നടക്കാൻ തുടങ്ങും. സോംബീസ് പോലും കുഴപ്പമില്ല ഗൈസ്. ഈ ഏലിയനല്ല, സോറി തെറ്റിപ്പോയി. മറ്റേ എന്നായിരുന്നു, മറ്റേ സ്കെലിറ്റനും പിന്നെ വന്ന് എട്ടുകാലിയില്ലേ, എട്ടുകാലിയൊക്കെ ഭയങ്കരമാണ് ഗൈസ്. മണ്ടേ കൂടെയൊക്കെ കയറിയാണ് നടക്കുന്നത്. നമ്മൾ കഥകൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരും. കഥയൊക്കെ എന്നാ ചെയ്യുമെന്ന് അറിയാത്തത് ഗൈസ്. നമ്മളെങ്ങനെ കയറും? ഒരു ദിവസം ചാലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ കമൻ്റ് ഇടണം ഗൈസ്. നിങ്ങൾ കമൻ്റ് ഇടുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കമൻ്റ് ഇടുക. ഓക്കെ, വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് എന്നെ ഒന്ന്, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മതിയായിരിക്കും. സ്ഥലമൊക്കെ മതി. ആ കട്ടയൊക്കെ ഒന്ന് എടുക്കാം. സ്റ്റെക്കാകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ കയറി നോക്കാം. കയറാൻ പറ്റി. പക്ഷെ അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, ആ കട്ട ഒന്ന് പൊട്ടിച്ച് കളയാം. ഡെർട്ട് എടുത്താലും ഇപ്പോൾ വന്നു. വർക്കാകുന്നില്ലായിരുന്നു, ഇപ്പോൾ വന്നു. ഓക്കെ, ഇവിടെ കയറിയിട്ട് നോക്കാം. കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. മണ്ട തട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. താഴെയാണ് ഇറങ്ങി വരുന്നത്. പറ്റുന്നില്ല ഗൈസ്. കയറാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്കിനി വേറെ വഴി നോക്കണം. അതൊന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. എല്ലാം പൊട്ടിച്ച് കളയാം. നമ്മൾ വേറെ വഴി നോക്കാം. അന്ന് രാത്രി ആകട്ടെ ഗൈസ്. നമുക്ക് രാത്രി വരെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാം. രാത്രി ആകുന്ന വരെ നമുക്കിവിടെ ഒരു റൂം പണിയാം. ചുമ്മാ ഇരിക്കുന്നതിന് നമ്മൾ റൂം തന്നെ പണിയാം. ഓക്കെ, അകത്ത് നല്ലൊരു സാധാരണ പോലെ നമുക്ക് ചുമ്മാ ആണ് പറയുന്നത് രാത്രി ആകട്ടെ എന്ന്. നമ്മൾ സർവൈവൽ ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യണം. പക്ഷെ ഒന്ന് നമുക്ക് ഹാർട്ടും ആരും നമ്മളെ അടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അടിച്ചാൽ ഹാർട്ട് കുറഞ്ഞു പോകും. പിന്നെ നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട്. നല്ലോണം ഹെൽത്തൊക്കെ നല്ലോണം ഉള്ളത്. കഴിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വെളി കണ്ടു ഗൈസ്. മണ്ടത്തോണ്ട് വഴി കണ്ടുപിടിച്ച് നമുക്കിനി പോകണമെങ്കിൽ ഇവിടെ ഒരു കട്ട വെച്ചിട്ട് കയറിയാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. ഒരു കട്ട വെച്ചാൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, രാവിലെ ആയിട്ടേ ഉള്ളൂ. ബിക്കീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഒന്നും ഇപ്പോൾ വേണ്ട. ഓക്കെ, അവിടെ ഒരു കട്ട വെച്ചിട്ട് കയറി നോക്കാം. 2 കട്ട വെച്ചിട്ട് കയറാം. ഓക്കെ, കയറാൻ പറ്റുന്നുണ്ട്. അയ്യോ, സോംബി ഗൈസ്. രക്ഷപ്പെട്ടു ദൈവമേ. സോംബി. അയ്യോ ഗൈസ്, പകലിൽ തന്നെ എന്നെ ഗൈസ് സോംബി വരുന്നു. അയ്യോ, പേടിച്ചു പോയി. സോംബി. അപ്പോൾ ഇപ്പം തന്നെ സോംബി വരാൻ തുടങ്ങി ഗൈസ്. നമുക്കെന്നാ ഇതൊന്ന് അടയ്ക്കണോ വേണ്ടയോ? വേണ്ട. സോംബികളൊക്കെ ഇറങ്ങി വന്നാൽ പിന്നെ കൊല്ലാൻ ഭയങ്കര പാടായി പോകും ഗൈസ്. കുഴപ്പമില്ല, അവർ ഇറങ്ങി വരുന്നതിന് മുമ്പ് സോംബിയൊക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കൊല്ലാം. ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അടിച്ചടിച്ച് കൊല്ലാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡിർട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ സ്കെലിറ്റൺ ആണെങ്കിലും അതിൻ്റെ കയ്യിൽ അമ്പും ബില്ലും ഉണ്ട് ഗൈസ്. അത് വിട്ട് കഴിഞ്ഞാൽ 2-3 വെടി തന്നെ നമ്മൾ ചത്തുപോകും ഗൈസ്. നമുക്കിവിടെ റൂം പണിയാം. അത് റൂമല്ലായിരുന്നു, കഥകായിരുന്നു. ഇത് റൂം പണിയാം. അവിടെ റൂം പണിയാന്ന് ഓർത്തേ. പക്ഷെ തോണ്ടി വന്നപ്പോഴത്തേക്കും മണ്ടയിൽ വന്നു ഡേ
അത് കാരണം ഒരു പ്രയോജനം ഉണ്ടല്ലോ ഗൈസ്. ഡേ ആയിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഭയങ്കര പാടാണ്. ഈ സോംബീസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കൊന്നു കളയും. അതാണ് നമുക്ക് ഏറ്റവും പാട്. എന്നാൽ പിന്നെ ഈ കട്ടകളൊക്കെ തോണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വലിയ ഒരു റൂം തന്നെ പണിയാം. മണ്ടയിൽ ഒരു കട്ടയുണ്ട്, അത് പൊട്ടിച്ച് കളയാം. താഴത്തെ 2 കട്ടകളൊന്ന് പൊട്ടിച്ച് കളയണം. ഓക്കെ, അവിടുത്തെ കട്ടയും പൊട്ടിച്ച് കളയാം. നമുക്ക് അവിടെ നല്ലൊരു നമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസൊക്കെ കിട്ടുന്നുണ്ട്. അത് കാരണമാണ് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് പണിയുന്നത്. നമ്മൾ ഈ രാത്രി ആകുന്നവരും ഇവിടെ ചുമ്മാ അല്ലേ ഇരിക്കുന്നത്. അത് കാരണം ചുമ്മാ ഒരു റൂം പണിയാന്നാണ് ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാർട്ടും പിന്നെ ഹെൽത്തും തന്നെ നല്ലവണ്ണം ഹെൽത്ത് കുറഞ്ഞിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറഞ്ഞിട്ടില്ല ഗൈസ്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ പോകണം. സോംബിയുടെ ഇടയ്ക്ക് വെളിയിൽ പോകണം. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു റൂം നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ പണിയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇത്രയും പാടുന്നത് ഗൈസ്. ഓർത്തോണം. നിങ്ങൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ നോക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ഇനിയും കൂടുതൽ വരും. അത് കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കുറയുവാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ വെളിയിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനിമൽസ്, അവിടെ കുറേ അനിമൽസ് കാണും. ആ അനിമൽസിലെ ഒന്ന് കൊന്നു കഴിയുമ്പോൾ മീറ്റ് കിട്ടും. ആ മീറ്റിനെ എടുത്ത് തിന്നാൽ മതി. ആ മീറ്റ് കിട്ടുമ്പോൾ ആ മീറ്റ് നിങ്ങളുടെ കയ്യിൽ കാണും. ആ കൈ നിങ്ങൾ നെക്കി ഇങ്ങനെ പിടിച്ചാൽ മതി. നമുക്ക് അതുവരെ ഒന്ന് റൂം പണിയാം. നെക്കി പിടിച്ചാൽ തന്നെ കഴിച്ചോളൂ. ഓക്കെ ഗൈസ്, ഇത്ര മതിയായിരിക്കും. ഓക്കെ ഗൈസ്, റൂം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ റൂമിലൊന്ന് പോയിട്ട് തുറന്ന് നോക്കാം. ഗൈസ്, നോക്കാൻ പറ്റുന്നില്ല രാവിലെയാണോ രാത്രിയാണോ എന്ന്. എങ്ങനെയുള്ള ഒന്ന് നോക്കണമല്ലോ. പൊട്ടുന്നില്ല. പൊട്ടി ഗൈസ്. ഇങ്ങോട്ടൊന്ന് നോക്കണമല്ലോ, എന്നാ പറ്റിയേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം. രാവിലെയാണോ രാത്രിയാണോ എന്ന് എനിക്കൊന്ന് നോക്കണമായിരുന്നു ഗൈസ്. രാത്രിയാണ് ഗൈസ്. സോംബി ഇറങ്ങി വന്നാൽ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്കൊന്ന് പൊട്ടിച്ച് അത് അടച്ചേക്കാം. രാവിലെ ആകുന്നിടം വരെ നമുക്ക് ഇരിക്കാം. രാത്രി വരെ ആയിട്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. നമുക്ക് എത്ര കാർട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 കാർട്ടൺ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഒരു കുറവുമില്ല. പിന്നെ ഫുഡും നമ്മുടെ വയർ നിറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ കഴിക്കാനൊന്നും പോകണ്ട. കഴിക്കണമെങ്കിൽ നമുക്ക് അനിമൽസിനെ പിടിച്ച് കഴിച്ചാലൊന്നും ഫുള്ളൊന്നും ആകത്തില്ല ഗൈസ്. ഇതിനെക്കാട്ടിലും ഫുള്ളാകത്തില്ല. ഇപ്പം നമ്മൾ 64 ഒരു ബോക്സിൽ 64 കട്ടയേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഒരു കട്ടയിൽ 15 എണ്ണം ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് തോണ്ടിപ്പോണ്ട. ചിലപ്പം തോണ്ടിപ്പോകുമ്പോഴത്തേക്കും വെളിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോംബി വന്ന് നമ്മളെ തിന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ കഥ തീർന്നു. ഈ ആരൊക്കെ ആണെങ്കിൽ 3 കാട്ടാ ഗൈസ്. പെട്ടെന്ന് തീർന്നു കളയും. നമ്മുടെ ലൈഫ് യു ഡെഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. സർവൈവൽ തന്നെ ഭയങ്കര പാടാണ്. അതിൽ ഒരു ദിവസം പിടിച്ച് നിൽക്കുന്നതിന് ഭയങ്കര പാടാണ്. അതിൽ പ്രോ കളിക്കാർക്കൊക്കെ 2-3 ആഴ്ചകളൊക്കെ വെച്ച് കളിക്കും ഗൈസ്. കളിക്കുന്നതാണ് ഭയങ്കര പാട്. ഇങ്ങനെയൊക്കെ കളിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, നമുക്ക് നോക്കാം, പൊട്ടിച്ച് നോക്കാം. ഗൈസ്, രാത്രി തന്നെയാണ്. രാവിലെ ഇതിൽ പെട്ടെന്ന് രാത്രിയാകും ഗൈസ്. പെട്ടെന്ന് നമ്മൾ എന്നാ ചെയ്താലും പെട്ടെന്ന് അങ്ങ് രാത്രിയായി പോകും. രാത്രി തന്നെയാണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. രാവിലെ ആകുന്നിടം വരെ നമ്മൾ കുറച്ച് ഇരിക്കാം. നമ്മൾ കുറച്ച് നേരം ക്ഷമിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് വരും. അതുവരെ നമ്മൾ ക്ഷമിച്ചിരിക്കണം. നമ്മളിവിടെ തന്നെ നിൽക്കാം. അങ്ങോട്ട് പോയി നോക്കാം. അപ്പുറത്തെ റൂമിലോട്ടൊന്ന് നോക്കാം. നമുക്ക് ഈ പച്ച ഒരു വര കണ്ടോ? ആ പച്ച വരയിൽ സോംബികളെ കൊന്ന ഒരു മുത്ത് പോലെ കിട്ടും. ആ മുത്ത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഇത് പയ്യെ നിറഞ്ഞു വരും. നമുക്ക് പൊട്ടിച്ച് നോക്കാം രാവിലെയായോ രാത്രിയാണോ എന്ന്. രാത്രി തന്നെയാണ്. നക്ഷത്രങ്ങളെല്ലാം ഉണ്ട്. സോംബീനെ കാണാൻ പറ്റത്തില്ല. വെളിയിൽ പോയാലും അത്രേ ഉള്ളൂ കഥ. അത് നമ്മളെ പിടിക്കും.
നമ്മൾ മണ്ണിൻ്റെ അടിയിലാണ് ഉള്ളത്. അത് കാരണം അത് നമ്മുടെ മണ്ടയിൽ കൂടെ നടപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ തോണ്ടിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അയ്യോ സോംബി ഗൈസ്, അതിനെ കൊന്നു കളയാം. അത് ഓട്ടോയിലല്ലേ നിൽക്കുന്നത്, വരത്തില്ല ഇങ്ങോട്ട്. കുഴപ്പമില്ല, നമുക്ക് അതിനെ നിൽക്കി കൊല്ലാം. അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. അടിക്കാം. കാരണം ചുമല കളറിൽ വരുന്നത്, അത് നമ്മൾ അടിക്കുമ്പോൾ അതിനെ വേദനിക്കുന്നതാണ് ചുമല കളർ കാണിക്കുന്നത്. അടിയടാ മോനെ, അടി 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 അടി. അതിൻ്റെ അടുത്ത് തന്നെ 8 കാലിൽ നിൽപ്പുണ്ട്. അത് കയറിപ്പോകാൻ പറ്റുന്നില്ല നമ്മൾ അടിക്കുന്നത് കൊണ്ട്. അടി 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 അടി. നല്ല അടി തന്നെയാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് ചാകണമെങ്കിൽ നല്ലവണ്ണം അടിക്കണം. ഒരു 10-15 അടി അടിച്ചു കഴിഞ്ഞാൽ അത് ചാകും. ചത്തു ഗൈസ്. കണ്ടോ ആ മുത്ത് കണ്ടോ, ഈ പച്ച കളറ് കൂടുന്ന കണ്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഒരു സോംബീനും കൂടെ പിടിച്ചാൽ അത് ഫുള്ളാകും. മുത്ത് കിട്ടിയില്ല. ആ മുത്ത് കാരണമാണ് ഇത് നിറയുന്നത്. അത് പൊട്ടിച്ചളയാം. അറിയാതെയൊക്കെ കൈ തട്ടി വരുന്നതാണ് ഗൈസ്. ഹോൾ അടച്ചേക്കാം. ഓക്കെ, നമുക്ക് അപ്പുറത്തെ റൂമിൽ ഒന്ന് പോവാം. കളിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കളിക്കണം ഗൈസ്. കളിക്കുമ്പോൾ എന്നേലും തെറ്റിപ്പോയാൽ അത്രേ ഉള്ളൂ. നമ്മൾ തോണ്ടിയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ വെളിയിൽ കണ്ടു കഴിഞ്ഞ് സോംബീസ് ചിലപ്പോൾ അകത്ത് കയറി വന്നിട്ട് നമ്മളെ കൊന്നു കളയും. നമുക്ക് തിരിച്ചങ്ങോട്ട് അടിക്കാൻ പറ്റും, പക്ഷെ അവർ 2-3 അടിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ചത്തുപോകും ഗൈസ്. ഒരു ദിവസം ചാലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വീഡിയോ എല്ലാം ഇടുന്നത്. പൊട്ടിച്ചിട്ടുണ്ട്. തോണ്ടി നോക്കാം എന്നേലും വരുന്നുണ്ട്. അപ്പുറത്ത് വെളിയില്ല ഗൈസ്, വെളിയില്ല. നമുക്ക് തോണ്ടി നോക്കുമ്പോൾ വെളി വന്നു കഴിഞ്ഞാൽ ഓക്കെ അത് പൂർത്തി വെളി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് തോണ്ടിയത്. അടച്ചേക്കാം. ഇങ്ങോട്ട് വരാം. വെളി കാണുന്നില്ലല്ലോ. ആ ഹോൾ അടച്ചേക്കാം ഗൈസ്. അതെ കാണുന്നുണ്ട് ഗൈസ്. രാത്രിയാണ് ഗൈസ്. രാവിലെ ആകാൻ കുറേ സമയമുണ്ടെന്നാണ് തോന്നുന്നത്. അത് തോണ്ടാം ഗൈസ്. തോണ്ടിയിട്ട് മണ്ടേത്തെ അടച്ചിട്ട് നമുക്ക് താഴത്തെ അടയ്ക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം ആ കുഴിയിലോട്ട് വീണിട്ട് നമ്മൾ തുറക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അറിയാതെ കൈയൊക്കെ തട്ടി വരുന്നുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, എന്നെ ഗൈസ് ഇത്രയും സമയമാകുന്നുണ്ട്. സൗണ്ടൊക്കെ ഫുള്ളാണ്. കൈയൊക്കെ അറിയാതെ തട്ടി പോവാണ് ഗൈസ്. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇതിലൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും പിന്നെ എല്ലാം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത്. നിങ്ങൾക്കറിയാലോ എന്നാത്തിനാണ് എല്ലാവരും ഇടുന്ന വീഡിയോസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ വീതി കുറവ്, ഇവിടെ വീതി കൂടുതലുമാണ് ഗൈസ്. നമുക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ മതി. നമുക്ക് ഇന്ന് ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ ജീവിക്കാൻ വേണ്ടി. ഇതൊക്കെ മതി. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ആഴം ഇനിയും താഴെ പോകണമെങ്കിൽ മെറ്റൽ തോണ്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. പക്ഷെ കുറേ നേരം ആയിക്കഴിയുമ്പോൾ തന്നെ മണ്ണായിക്കോളും ആ മെറ്റൽ. തോണ്ടിയത് കാണാതെ പോയി. ഓക്കെ ഗൈസ്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആ കുഴി തോണ്ടിയത് മറിഞ്ഞു പോയ പോലെ തോന്നിയായിരുന്നു എനിക്ക്. നമ്മളവിടെ പോയിട്ട് ഒരു കുഴി തോണ്ടിയില്ല, അത് പെട്ടെന്ന് മറിഞ്ഞു പോയ പോലെ. അപ്പുറത്തെ റൂമിൽ പോവാം. നമുക്ക് ഇങ്ങനെ നിൽക്കാൻ ഗൈസ് കുറച്ച് നേരം. രാവിലെ ആയോന്ന് എനിക്കറിയത്തില്ല. നമ്മളിനി വേറൊരു സ്ഥലത്ത് പോയിട്ട് നോക്കണം അങ്ങനെയുണ്ട് രാവിലെ ആയോന്ന്. ഇനി സോംബീസിനെ ഒരു സോംബീനും കൂടെ കൊന്നത് ഫുള്ളാകും. ഞാനിതുവരെ അങ്ങനെ കൊന്നിട്ടില്ല. ഞാനിതുവരെ ആദ്യമായിട്ടാണ് കൊല്ലുന്ന ഒരു സോംബീനെ. ഞാൻ അതിന് മുമ്പ് വീഡിയോ ഒക്കെ പണിത് അതിന് മുമ്പ് സെറ്റാക്കി അകത്ത് കയറും. ഇതെങ്ങനെയാണെന്ന് കളിക്കേണ്ടതെന്ന് ഓരോ ഇതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തേക്കുന്നത്.
ഇനി ഒരു സോംബിനും കൂടെ വന്നാൽ അത് ഫുള്ളാകും. പക്ഷെ നമ്മൾ എന്നതിനാ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്. നമ്മൾ തോണ്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് വടി അകത്ത് വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ആൾ പോകുക, കഥം. ഹിന്ദിയിലൊക്കെ പറയുന്ന പോലെ കഥം. സിൻസിയറായിട്ട് തന്നെ കളിക്കണം ഗൈസ്. പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്, ഏതാണ്ട് പഴയ കുളം പോലെ. ഫുഡും ഹെൽത്തും തന്നെ കുറഞ്ഞിട്ടില്ല, നമ്മളൊന്നും കഴിച്ചിട്ടുമില്ല. മഴ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, അപ്പുറത്ത് തോണ്ടി പോണ്ട. നമുക്ക് രാവിലെ ആകുന്നിടം വരെ നമ്മളൊന്ന് ക്ഷമിച്ചിരിക്കണം. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹോൾ അടച്ചേക്കാം നമുക്ക്. ഈ 56 കട്ടയും കൂടെ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ റൂമിലൊന്ന് പോകാം, അവിടെ തോണ്ടി നോക്കാം രാവിലെ ആയോന്ന്. രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. രാവിലെ ആയെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് തന്നെ ഇരിക്കണം. രാവിലെ ആയെങ്കിൽ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ ഇരിക്കണം. ചിലപ്പോൾ സോംബിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് വെളിയിലൊന്ന് പോയി നോക്കാം. സ്റ്റെപ്പ് പണി. അയ്യോ, സോംബി ഗൈസ്, സോംബി ഉണ്ട്. ഓ, രക്ഷപ്പെട്ടു. സോംബി ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല അപ്പോൾ തന്നെ സൂക്ഷിച്ചിരിക്കണമെന്ന്. അവിടെ സോംബി ഉണ്ട്, വന്ന് 4 കാലും വെച്ച് നിൽക്കുന്നുണ്ട് കോമാളിയെ പോലെ. നോക്കാം. ദേ നിപ്പുണ്ട് ഗൈസ്. ദേ കണ്ടോ, സോംബിനെ കണ്ടോ? അത് വരുന്നുണ്ട്. അതിനെ അടിച്ചു. ഓ, കുതിരയെ പോലെയാണ് ഗൈസ്. അത് നമ്മളടുത്ത് അങ്ങ് വരച്ചുകൊണ്ട് വരുന്നുണ്ട്. സോംബികൾക്ക് തന്നെ നമ്മളെ മാന്തി തിന്നാന്ന് ഇതല്ലേ ഉള്ളൂ. കാട്ടിൻ്റെ അകത്ത് വരെ ഇപ്പോൾ സോംബി ഇറങ്ങാൻ തുടങ്ങി. എന്നാ ചെയ്യാനാ? എന്താ സോംബി ദാണ്ട ഗൈസ്, സോംബി. നമ്മൾ അടിക്കാം അതിനെ. അടിച്ചു. അതിനെ വെള്ള കളറിൽ വരുന്നതെന്ന് അറിയാത്ത ഗൈസ്. നമ്മൾ അടിക്കുന്നതാണ് റെഡ് കളറിൽ വരുന്നത്. അടി മോനെ, അടിച്ച് കയറി വാ. അടി. ആ, ചത്തു ഗൈസ്. ഗൺ പൗഡറാണ് കിട്ടിയേക്കുന്നത് ഗൈസ്. ഇവിടെ തന്നെ ഒന്നൊന്ന് കാണിക്കുന്നേ. ന്യൂ റെസിപ്പീസൊക്കെ അൺലോക്ക് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർവൈവൽ അല്ലേ. നമുക്ക് നോക്കാം. ഞാൻ മണ്ടയിൽ എന്നാണ്ട് വീണ പോലെ ഉണ്ടായിരുന്നു. ഗൺ പൗഡർ 2 എണ്ണം ഉണ്ട്. ആ ഗൺ പൗഡർ വെച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അയ്യോ, അറിയാതെ കൈ തട്ടിപ്പോയതാണ്, സോറി. രാവിലെ ആയാലും ഈ സോംബീസ് ഒന്നും പോകുന്നില്ല ഗൈസ്. ഇതാണ് പ്രശ്നം. നോക്കാം, രാവിലെ ആയല്ലോ. ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളൂന്നാണ് തോന്നുന്നത്. പൊക്കോളുവാണെന്ന് തോന്നുന്നു. പോയി കാണുമെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കൂടെ ക്ഷമിച്ച് നോക്കാം. ഇത് നീ കുറച്ച് നേരം കൂടിയേ കാണത്തുള്ളൂ. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് അതുവരെ സോംബി പോയില്ലെങ്കിൽ നമുക്ക് അകത്ത് തന്നെ ഇരിക്കാം. കുറേ സമയമാകുമെന്നാണ് തോന്നുന്നത്. നോക്കാം. പിന്നെ ഈ 3 സ്വിച്ച് കണ്ടോ? ആ സ്വിച്ച്, ഈ നടുക്കത്തെ സ്വിച്ച് മാത്രം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ മണ്ടയത്തെ വന്ന് ചാടുന്നത്, പിന്നെ താഴത്തെ വന്ന് ഇരിക്കുന്നത്. പിന്നെ ആ 3ാമത്തെ സ്വിച്ച് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് തിരിഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കാം. പോയി കാണുമെന്നാണ് തോന്നുന്നത്. പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് അത്ര പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാം. തിരിഞ്ഞ് നിൽക്കാം കുറച്ച് നേരം. സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഗൈസ്, സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പൊട്ടിച്ച് നോക്കാം. പോയി കാണുമെന്നാണ് തോന്നുന്നത്. ഒക്കെ പകൽ തന്നെയാണ്. പോയി കാണുമെന്നാണ് തോന്നുന്നത്. നമുക്ക് വെളിയിൽ പോയി നോക്കാം ഒന്ന്.
പെട്ടെന്ന് സോംബി വന്നു കഴിഞ്ഞാലോ മൂടിയേക്കാം. പെട്ടെന്ന് സോംബി വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അടുത്ത് വന്നിട്ട് ചിക്ക് 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 ചിക്കെന്ന് വെട്ടിക്കളയും. നോക്കാം, വരുന്നില്ല. ഒരു സോംബിയും തന്നെ വരുന്നില്ല. ഒരു സോംബിയും തന്നെ വരുന്നില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അടിക്കാം, പക്ഷെ അതിന് കുനിഞ്ഞ് വരാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, നമുക്കെന്നാൽ അത് പൊട്ടിക്കാം. സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് കയറി നോക്കാം ഗൈസ്. അയ്യോ, അറിയാതെ അടച്ചു പോയി ഗൈസ്. ഓക്കെ, നമുക്ക് കയറാം. ഒന്നും തന്നെ ഇല്ല, വരത്തില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് അയ്യോ അറിയാം, സ്വിച്ച് അമിക്കിപ്പോയി. ഓക്കെ, ചാടി നോക്കാം. മണ്ടത്തെ പൊട്ടിച്ചിട്ട് മണ്ടത്തെ തട്ടുവാണ്. മണ്ടത്തെ പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് നമുക്ക് മണ്ടേ കയറി നോക്കാം. ഓ ഗൈസ്, ഒന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശു അതൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ജയിച്ചു ഗൈസ്. ഒരു ഡേ സർവൈവൽ നിങ്ങൾ കമൻറ്റ് ഇട്ടത് ഞാൻ ചെയ്തു കഴിഞ്ഞു. പൂക്കളെല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, എന്നാൽ താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.